62 ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. നമുക്ക് കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷൻ തുക നിലവിൽ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 4800 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. വിതരണം വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 3200 രൂപ വീതം ജനുവരി മാസത്തിൽ എത്തിച്ചേരേണ്ട ഗുണഭോക്താക്കൾക്ക് വിതരണം പൂർത്തിയാക്കി ഫെബ്രുവരി മാസം 3 വിതരണം അവസാനിപ്പിക്കുകയും പുതിയ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. ഇതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തനത് മാസത്തിലെ പെൻഷൻ തുക കൂടി എത്തിച്ചേരാൻ പോകുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനമനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് 2500 രൂപ വരെ പെൻഷൻ തുക നൽകുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്ത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 100 മുതൽ 200 രൂപയുടെ വരെ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. വാർഷിക വരുമാനം അത് 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ തുടർന്ന് നമുക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുന്നതിനായി ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരും. അതിനുള്ള തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും ഗുണഭോക്താക്കൾ രേഖകൾ സമർപ്പിക്കേണ്ടതായി വരിക. അതായത് ഏകദേശം 2025 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുക. സർക്കാർ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വിവാഹിതരായിട്ടുള്ള മക്കളുടേതൊഴികെ ബാക്കിയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും പ്രധാനമായിട്ടും വിവാഹിതരല്ലാത്ത മക്കൾ ഉൾപ്പെടെ അവരുടെ എല്ലാം വരുമാനം കൃത്യമായിട്ട് ഇതിൽ പ്രസ്താവിച്ചിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പലരും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപ എന്നുള്ളത് ഇതിനു മുകളിലേക്ക് ഉയർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ബജറ്റിൽ വരാൻ പോകുന്നത്. വരുമാന പരിധി ഉയർത്തുന്നത് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായി തീരും. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ആശ്വാസ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് 3000 കോടി രൂപ വായ്പ എടുക്കും. തുക ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബജറ്റിന് മുന്നോടിയായി നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.